Hi dears, welcome back to Mayflower. Today we are discussing the poem A Musical Instrument by Elizabeth Barrett Browning. Elizabeth Barrett Browningന്റെ A Musical Instrument എന്ന കവിതയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. And Elizabeth Barrett Browning is a famous Victorian poet whose reputation mainly rests on her works Sonnet from the Portuguese and Aurora Leigh. അറോറ ലേ അതേപോലെ തന്നെ സോണറ്റ് ഫ്രം ദ പോർച്ചുഗീസ് ഈ രണ്ട് കൃതികളിലൂടെ പ്രശസ്തിയായ വ്യക്തിയാണ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ്. പ്രശസ്ത വിക്ടോറിയൻ എഴുത്തുകാരൻ റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഭാര്യയാണ്. അറോറ ലേ ഈസ് റിഗാർഡഡ് ആസ് ദ ഫസ്റ്റ് ഫെമിനിസ്റ്റ് ടെക്സ്റ്റ്. ആദ്യത്തെ ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് ടെക്സ്റ്റ് ആയിട്ട് കണക്കാക്കുന്നത് അറോറ ലേ എന്ന കൃതിയാണ്. എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വാസ് എ പോസ്റ്റ്മസ് പബ്ലിക്കേഷൻ. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന ഈ കവിത ഒരു മരണാനന്തര പബ്ലിക്കേഷനാണ്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിന്റെ മരണത്തിന് ശേഷമാണ് ഈ കവിത പബ്ലിഷ് ചെയ്യുന്നത്. An undefined third person speaker begins the poem with a question about the poem's subject. ഇനിവിടെ ഒരു അൺഡിഫൈൻഡ് സ്പീക്കറാണ്, തേർഡ് പേഴ്സൺ ആണ് തുടങ്ങുന്നത്. ആൻഡ് ദ സ്പീക്കർ says about the theme of the poem. Here, the speaker draws the attention by recounting the myth of Pan, a half-god, partly man and partly god, known as the god of shepherds, hunting and rustic music. ഇവിടെ ഈ കഥയുടെ തുടക്കത്തിൽ തന്നെ പാൻ എന്ന ദൈവത്തിന്റെ ഒരു മിത്താണ് വിവരിക്കുന്നത്. മിത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പാൻ എന്ന ദൈവം he is regarded as the god of rustic music, shepherds and hunting. ആട്ടിടയന്മാരുടെ ദൈവമാണ്. അതേപോലെ തന്നെ റസ്റ്റിക് മ്യൂസിക്, ഗ്രാമീണ സംഗീതം, അതേപോലെ തന്നെ ഹണ്ടിങ്, വേട്ടയാടലിന്റെ ഒക്കെ ദേവനായിട്ട് കണക്കാക്കപ്പെടുന്ന പാൻ എന്ന ദൈവം. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഹീസ് എ പാർട്ട്ലി മാൻ ആൻഡ് പാർട്ട്ലി ഗോഡ്. പകുതി മനുഷ്യനും പകുതി ആടുമാണ്. ആ രീതിയിലുള്ള ഒരു ദൈവമാണ് പാൻ എന്ന ദൈവം. ആ ദൈവത്തിന്റെ മിത്തിലൂടെയാണ് ഈ കവിത തുടങ്ങുന്നത്. ആൻഡ് ദ സ്പീക്കർ കോൾസ് ദ ഗോഡ് പാൻ ആസ് ഗ്രേറ്റ് ഗോഡ് പാൻ. ദ മെയിൻ തീം ഓഫ് ദ പോം ഇസ് മെയിൽ ഡോമിനേഷൻ. മെയിൽ ഡോമിനേഷൻ ആണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട തീം. ഹിയർ പാൻ ലവ്സ് സിറിങ്സ് ബട്ട് ദ ഗേൾ നെവർ ലാക്സ് ഹിം. ഈ മിത്താണ് പറയുന്നത്. പാൻ എന്ന പകുതി മനുഷ്യനും പകുതി ആടുമായിട്ടുള്ള ഈ ദൈവത്തിന് സിറിങ്സ് എന്ന പെൺകുട്ടിയെ ഇഷ്ടമാണ്, പക്ഷേ അവള് ഇദ്ദേഹത്തിന്റെ സ്നേഹം നിരാകരിക്കുന്നു. ആൻഡ് ഇൻ ഓർഡർ ടു എസ്കേപ്പ് ഫ്രം ഹിസ് ഐസ് ഷീ ടേക്സ് ദ ഫോം ഓഫ് എ റീഡ്. അദ്ദേഹത്തിന്റെ ആ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവൾ ഒരു റീഡ്, ഒരു ചെടിയുടെ രൂപം സ്വീകരിക്കുന്നു. ഒരു കളച്ചെടി, അതായത് ഒരു ചെടിയുടെ രൂപം സ്വീകരിക്കുന്നു. ആൻഡ് ഹൗവർ Pan finds the reed and hollows it to make his flute. പക്ഷേ പാൻ ഈ റീഡ് തേടി പിടിച്ച് കണ്ടെത്തുന്നു. അതായത് ഈ സിറിങ്സ്, റീഡിന്റെ രൂപം ധരിച്ച സിറിങ്സിനെ കണ്ടെത്തുന്നു. അങ്ങനെ ആ ചെടി പറിച്ചെടുത്തിട്ട് തൻ്റെ ഫ്ലൂട്ടാക്കി മാറ്റുന്നു. ആൻഡ് ദ പോം റെപ്രസെന്റ്സ് മെയിൽ ഡിസയർ ടു ഒപ്രസ് ആൻഡ് എക്സ്പ്ലോയിറ്റ് വുമൺ. ഇവിടെ തൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ആ ചെടിയെ ഉപയോഗിക്കുന്നത്. തൻ്റെ ഫ്ലൂട്ട് ഉണ്ടാക്കാൻ അതിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കപ്പയുടെ ഒക്കെ തണ്ട് ഉപയോഗിച്ച്, അതായത് എന്താ പപ്പായയുടെ തണ്ട് ഉപയോഗിച്ച് നമ്മൾ ഫ്ലൂട്ട് ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ ആ ചെടിയുടെ തണ്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് ഫ്ലൂട്ടായിട്ട് ഉപയോഗിക്കുന്നു. അതിലൂടെ ഹി ഈസ് ടേക്കിംഗ് റിവഞ്ച് ഓൺ സിറിങ്സ്. സിറിങ്സ് എന്ന പെൺകുട്ടിയാണ് ഈ കളയായി മാറുന്നത്, ഈ റീഡായിട്ട് ചെടിയായിട്ട് മാറുന്നത്. ആ ചെടിയെയാണ് ഇയാൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്. അതിലൂടെ മെയിൽ ഡോമിനേഷൻ ആണ് കാണിക്കുന്നത്. ആൻഡ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിംഗ് ഡിസപ്രൂവ്ഡ് വിക്ടോറിയൻ ഐഡിയസ് റിഗാർഡിംഗ് വിമൻ ദാറ്റ് they should be meek, passive and reversed for their beauty rather than their intellect. വിക്ടോറിയൻ കോൺസെപ്റ്റ് ആണ് സ്ത്രീകൾ വളരെയധികം അടക്കം ഒതുക്കമുള്ള പെൺകുട്ടികളാണ് എന്നുള്ള ആ കോൺസെപ്റ്റിനെ ഒന്ന് മാറ്റി എഴുതുന്നതാണ് ഈ കവിത. ആൻഡ് Pan overpowers the reed, that is syrinx, and symbolically poses her for his own pleasure. Pan ആ പെൺകുട്ടിയെ, അതായത് റീഡ്, ആ ചെടിയായിട്ട് മാറിയ സിറിങ്സിനെ പറിച്ചെടുത്ത് തൻ്റെ ഫ്ലൂട്ടാക്കി മാറ്റുന്നു, ഫ്ലൂട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതിലൂടെ കാണിക്കുന്നത് തൻ്റെ ആഗ്രഹത്തിന് വേണ്ടി
ആ മെയിൽ ഡോമിനേഷൻ ആണ്. സ്ത്രീകളെ തൻ്റെ ആഗ്രഹങ്ങൾക്ക് തൻ്റെ വറുതിക്ക് ആ ഒരു വരുതിയിലാക്കുന്ന ആണിന്റെ സ്വഭാവമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഇറ്റ് ഹാസ് എ സെക്ഷൽ ടോൺ ഓൾസോ. ഇതിലൊരു സെക്ഷൽ ടോണും കൂടി നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഈ പെൺകുട്ടിയെ തൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പെൺകുട്ടി റീഡായി മാറിയെങ്കിലും അവളെ തൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു കവിത സെക്ഷുവാലിറ്റി എന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കും. Okay, then we can move on to the poem A Musical Instrument by Elizabeth Barrett Browning. What was he doing? The great god Pan. ആദ്യത്തെ വരിയിൽ തന്നെ the speaker is asking, ചോദിക്കുന്നു എന്താണ്? What was he doing? അയാൾ എന്തായി ചെയ്യുന്നത്? ആരാണ്? The great god Pan. Here, the great god Pan is doing something. അയാൾ എന്താ ചെയ്യുന്നത്? Down in the reeds by the river. He is searching for reeds in the river. നമ്മൾ പറഞ്ഞു റീഡ്, ആ നദിക്കുള്ളിലെ നദിയിൽ മുളച്ച ആ റീഡ്, ആ ചെടിയെ തപ്പി ഇറങ്ങിയതാണ്. സ്പ്രെഡിങ് റൂയിൻ ആൻഡ് സ്കാറ്ററിങ് ബാൻ, സ്പ്ലാഷിങ് ആൻഡ് പാഡ്ലിംഗ് വിത്ത് ഹൂഡ്സ് ഓഫ് എ ഗോട്ട്. എന്താ ചെയ്യുന്നത്? സ്പ്രെഡിങ് റൂയിൻ, ആ നദിയിലിറങ്ങി ഹി ഈസ് മേക്കിംഗ് ഓർ ഹി ഈസ് റൂയിനിങ് ദ വാട്ടർ. ആ വെള്ളത്തെ അല്ലെങ്കിൽ ആ നദിയെ നശിപ്പിക്കുകയാണ്. ആ കളച്ചെടി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിറങ്ങി ആ വെള്ളം കലക്കുകയാണ്. ആൻഡ് സ്കാറ്ററിങ് ബാൻ, സ്പ്ലാഷിങ് ആൻഡ് പാഡ്ലിംഗ് വിത്ത് ഹൂഡ്സ് ഓഫ് എ ഗോട്ട്. നമ്മൾ പറഞ്ഞു പാൻ എന്നത് ഹി ഈസ് പാർട്ടിലി എ മാൻ ആൻഡ് പാർട്ടിലി എ ഗോട്ട്. പകുതി ആടും പകുതി മനുഷ്യനുമാണ്. ആ ആടിന്റെ കൊമ്പ് കൊണ്ട് അവിടെയൊക്കെ കുത്തി ആ വെള്ളത്തിൽ ചളിയൊക്കെ കുത്തി ആകെ അലമ്പാക്കുകയാണ്. ആ വെള്ളം അല്ലെങ്കിൽ ആ നദി നശിപ്പിക്കുകയാണ്. ആൻഡ് ബ്രേക്കിംഗ് ദ ഗോൾഡൻ ലിലീസ് അഫ്ലോട്ട് വിത്ത് ദ ഡ്രാഗൺ ഫ്ലൈ ഓൺ ദ റിവർ. എന്ത് ചെയ്യുന്നു? ആൻഡ് ബ്രേക്കിംഗ് ദ ഗോൾഡൻ ലിലീസ്, ആ നദിയിലുള്ള ഗോൾഡൻ ലിലീസിനെ പോലും നശിപ്പിച്ച് കളയുന്നു. ദാറ്റ് ഈസ് എഫ്ലോട്ട്. എഫ്ലോട്ട് മീൻസ് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ആ ഗോൾഡൻ ലിലീസിനെ പോലും വെറുതെ വിടുന്നില്ല, എല്ലാം നശിപ്പിക്കുകയാണ്. വിത്ത് ദ ഡ്രാഗൺ ഫ്ലൈ ഓൺ ദി റിവർ, ആ നദിയിൽ അല്ലെങ്കിൽ ആ വാട്ടർ ലിലിയിൽ വന്നിരുന്ന ഡ്രാഗൺ ഫ്ലൈയെ പോലും പേടിപ്പിച്ച് ആകെ ആ ഒരു നദിയെ നശിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുകയാണ്. അയാൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. ദ സ്പീക്കർ ഈസ് ആസ്കിങ്. നെക്സ്റ്റ് സ്റ്റാൻസ, ഹി ടോർ ഔട്ട് എ റീഡ്. അങ്ങനെ കുറെ അവിടെ തെരഞ്ഞിട്ട് എന്ത് ചെയ്തു? ഹി ടോർ ഔട്ട് എ റീഡ്. അങ്ങനെ അവന്റെ കയ്യിൽ, ആ ദൈവത്തിന്റെ പാൻ എന്ന ദൈവത്തിന്റെ കയ്യിൽ ആ റീഡിനെ കിട്ടി, ആ ചെടിയെ കിട്ടി. അതേതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സിറിങ്സ്. ഈ പാനിന്റെ നോട്ടത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാനിന്റെ സ്നേഹം വേണ്ട എന്ന് ആ സ്നേഹം ത്യജിച്ച് ഓടിപ്പോയ പെൺകുട്ടിയാണ് സിറിങ്സ്. അവളൊരു റീഡായി മാറുകയാണ് ചെയ്തത്. ആ റീഡിനെ, ആ ചെടിയെ ഇവൻ കണ്ടുപിടിച്ചു. ദ ഗ്രേറ്റ് ഗോഡ് പാൻ. ദാറ്റ് വേർഡ് ഈസ് റിപ്പീറ്റിംഗ്, ദാറ്റ് ഫ്രേസ് ഗ്രേറ്റ് ഗോഡ് പാൻ എന്ന ആ ഫ്രേസ് റിപ്പീറ്റ് ചെയ്യാണ്. അത് എക്സാമിന് ചോദിക്കാം. വിച്ച് വൺ ഈസ് റിപ്പീറ്റിംഗ് ഇൻ ദിസ് ഫോം? ഫ്രം ദ ഡീപ്പ് കൂൾ ബെഡ് ഓഫ് ദ റിവർ. എവിടുന്നാണ് ഈ ചെടിയെ പറിച്ചെടുത്തത്? ഫ്രം ദ ഡീപ്പ് കൂൾ ബെഡ് ഓഫ് ദ റിവർ. ആ നദിയുടെ അടിത്തട്ടിൽ സ്വസ്ഥമായി ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ എന്താണ് കൂളെന്ന് പറയുന്നത്, ശാന്തമായിട്ടിരിക്കുന്ന, സ്വസ്ഥമായിരിക്കുന്ന ആ ചെടിയെ അവൻ പറിച്ചെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ദ ലിംപിഡ് വാട്ടർ ടർബിലിറാൻ. ദ ലിംപിഡ് വാട്ടർ മീൻസ് അങ്ങനെ കലങ്ങിയ ആ വെള്ളം, ടർബിലിറാൻ. ആൻഡ് ദ ബ്രോക്കൺ ലിലീസ് എ ഡൈയിങ് ലീ. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കലങ്ങിയ വെള്ളം, അതേപോലെ ബ്രോക്കൺ ലില്ലീസ്, അവിടെയുള്ള ലില്ലി ചെടികൾ, ആമ്പൽ ചെടികൾ പോലും നശിപ്പിക്കപ്പെട്ടു. അതൊക്കെ പകുതി ചത്ത പോലെ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട്. ആൻഡ് ദ ഡ്രാഗൺ ഫ്ലൈ ഹാഡ് ഫ്ലഡ് അവേ എർ ഹി ബ്രോട്ട് ഇറ്റ് ഔട്ട് ഓഫ് ദ റിവർ. എർ മീൻസ് ബിഫോർ. അതിനു മുൻപ്, ഏതിനു മുൻപ്? ഹി ബ്രോട്ട് ഇറ്റ് ഔട്ട് ഓഫ് ദ റിവർ. ഈ ചെടിയെ, ഈ റീഡിനെ വെള്ളത്തിൽ നിന്നും പറിച്ചെടുക്കുന്നതിന് മുൻപ് നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു ഡ്രാഗൺ ഫ്ലൈ അവിടെ ഉണ്ടായിരുന്നു. അതും പേടിച്ച് ഓടി രക്ഷപ്പെട്ടു. കാരണം അത്രത്തോളം നാശമാണ് ഇയാൾ അവിടെ ഉണ്ടാക്കിയത്. ഇവിടെ ഈ കവിതയിൽ നമുക്ക് ആദ്യമേ പറഞ്ഞു വി ക്യാൻ സീ ദ മിത്ത് ഓഫ് പാൻ. നെക്സ്റ്റ് സ്റ്റാൻസ, ഈ പോയത്തിൽ വി ക്യാൻ സീ 7 stanzas ആൻഡ് ദ റൈം സ്കീം ഇസ് A B A C C B. Here in each stanza there are 6 lines. ഓരോ സ്റ്റാൻസയിലും 7 സ്റ്റാൻസയാണുള്ളത്. ഓരോ സ്റ്റാൻസയിലും 6 വരിയുണ്ട്. അതിൻ്റെ റൈം സ്കീം A B A C C B എന്ന റൈം സ്കീമിലാണുള്ളത്. Then next stanza, high on the
shore sat the great god Pan, while terribly flowed the river. ഇനി എന്താണ്? ഹൈ ഓൺ ദ ഷോർ, നദിയുടെ തീരത്ത് നദി കലക്കി മറിച്ചതിന് ശേഷം നദി തീരത്ത് പോയിരിക്കുകയാണ് ആര്? ഗ്രേറ്റ് ഗോഡ് പാൻ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വൈൽ ടെർബിലി ഫ്ലോഡ് ദ റിവർ, ഈ സമയത്ത് നദി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, കലക്ക വെള്ളത്തിൽ നദി ഇങ്ങനെ ഒഴുകുന്നു. ആൻഡ് ഹാഗ്ഡ് ആൻഡ് ഹ്യൂഡ് ആസ് എ ഗ്രേറ്റ് ഗോഡ് പാൻ വിത്ത് ഹിസ് ഹാഡ് ബ്ലീക്ക് സ്റ്റീൽ അറ്റ് ദ പേഷ്യൻ റിവർ. അദ്ദേഹം എന്താ ചെയ്തത്? ആ പേഷ്യൻ്റ് ആയിട്ട് ഒഴുകുന്ന നദി, വളരെ ക്ഷമയോടുകൂടി മാന്യമായിട്ട് ഒഴുകുന്ന നദിയെ കലക്കി മറിച്ചിട്ട് ഹി ഈസ് സിറ്റിംഗ് ഓൺ ദ ഷോർ till there was not a sign of the leaf in to prove it fresh from the river. Till there is no sign of the leaf of the reed. ആ റീഡിൽ, ആ ചെടി, പറിച്ചെടുത്ത ചെടിയിൽ ഒരു ഇല പോലും അവശേഷിക്കുന്നില്ല. ദാറ്റ് ടു പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് എ ഫ്രഷ് ഫ്രം ദ റിവർ. നദിയിൽ നിന്ന് ഇപ്പം പറിച്ചെടുത്തതാണ് ഈ ചെടി എന്ന് കാണിക്കാൻ ഒരു ഇല പോലും ഇല്ല. അത്രത്തോളം അതിനെ നശിപ്പിച്ച് എന്താ പറയുക, നമ്മൾ പറയില്ല നശിപ്പിച്ച് നാറാണക്കല്ലെടുക്കാം, ആ രീതിയിലാണ് ഇതിനെ പറിച്ചെടുത്ത് ഒരു പരുവമാക്കിയിട്ടാണ് ഇവിടെ വെച്ചേക്കുന്നത്. ആ ചെടി കണ്ടാൽ ഇപ്പം പറിച്ചതാണെന്ന് പോലും തോന്നുന്നില്ല, അത്രത്തോളം ദ്രോഹിച്ച് ആ ചെടി അവിടെ വെച്ചിട്ടുണ്ട്. ഹി കട്ട് ഇറ്റ് ഷോർട്ട്. ഇനി എന്താ ചെയ്യുന്നത്? അവിടെ ഇരുന്നിട്ട് നദീ തീരത്തിരുന്നിട്ട് ഹി കട്ട് ഇറ്റ് ഷോർട്ട്, ചെറുതാക്കാണ്. ഡിഡ് ദ ഗ്രേറ്റ് ഗോഡ് പാൻ, നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രേറ്റ് ഗോഡ് പാൻ എന്ന ഈ ഒരു ഫ്രേസ് ഈസ് റിപ്പീറ്റിംഗ്. ഹൗ ടോൾ ഇറ്റ് സ്റ്റൂഡ് ഇൻ ദ റിവർ. ദാറ്റ് റീഡ് വാസ് എ ടോൾ വൺ. വളരെ നീളമുള്ള ഒരു ചെടിയായിരുന്നു, പക്ഷേ ഇതിനെ പറിച്ചിട്ടിപ്പോൾ കട്ട് ചെയ്ത് വെച്ചേക്കാണ്. ദെൻ ഡ്രോ ദ പിറ്റ്, അതിനെന്ത് ചെയ്തു? അതിനുള്ളിൽ കുഴികൾ ഉണ്ടാക്കി. ലൈക്ക് ദ ഹാർട്ട് ഓഫ് എ മാൻ, ഒരു മനുഷ്യനെ ഹൃദയം തുറന്നെടുക്കുന്നത് പോലെ ആ ചെടിയെ മുറിച്ചിട്ട് അതിനകത്ത് ഓരോ ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദെൻ സ്റ്റെഡിലി ഫ്രം ദ ഔട്ട്സൈഡ് റിംഗ്, ഓരോ അതിൻ്റെ ആ ചെടിയുടെ ഓരോ സ്റ്റെമ്മിൽ നിന്നും ഓരോ കുഴികൾ ഉണ്ടാക്കി വെച്ചു. ആൻഡ് നോസ്ഡ് ദ പുവർ ഡ്രൈ എംപ്റ്റി തിങ് ഇൻ ഹോൾസ് ആസ് ഹി സാറ്റ് ബൈ ദ റിവർ ആൻഡ് ഹി മെയ്ഡ് ഹോൾസ് ഇൻ ഇറ്റ്. നമ്മൾ പറഞ്ഞു ആ റീഡ് ഉപയോഗിച്ച് ഹി ഈസ് മേക്കിംഗ് ഫ്ലൂട്ട് ഉണ്ടാക്കുകയാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പപ്പായയുടെ തണ്ടൊക്കെ ഉപയോഗിച്ച് അതിനകത്ത് ഹോൾസ് ഇട്ട് ഫ്ലൂട്ട് ഉണ്ടാക്കുന്നത് പോലെ ഇദ്ദേഹവും ഈ ചെടിയെ ഹോൾസ് ഉണ്ടാക്കി, ചെടിയിൽ ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഫ്ലൂട്ട് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് സിറ്റിംഗ് ഓൺ ദ ഷോർ ഓഫ് ദ റിവർ, നദിയുടെ തീരത്ത് ഇങ്ങനെ ഇരുന്ന് ഈ പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ വേ laughed the great god, laughed while he sat by the river. This is the way, ഇതാണ് വഴി, ഇതാണ് മാർഗം. എന്താണ്? laughed the great god. That means at last he succeeded in his work. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ അദ്ദേഹം വിജയിച്ചു, അവസാനം ചിരിച്ചു. Laughed while he sat by the river, നദീ തീരത്തിരുന്ന സമയത്ത് he laughed. The only way, since the gods began to make sweet music, they could such, then dropping his mouth to the hole, he blew in power by the river. അങ്ങനെ എന്ത് ചെയ്തു? ഹി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ഹിസ് വർക്ക് ആൻഡ് ഹി മെയ്ഡ് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ബൈ യൂസിങ് ദിസ് റീഡ്. ഈ റീഡ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കി. അങ്ങനെ ഹി ബിഗാൻ ടു പ്ലേ ദാറ്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഡ്രോപ്പിംഗ് ഹിസ് മൗത്ത് ടു ദ ഹോൾ, ആ ഹോളിലേക്ക് തൻ്റെ ചുണ്ട് ചേർത്ത് വെച്ച് ഹി ബിഗാൻ ടു ബ്ലോ ബൈ പവർ, ശക്തിയിൽ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കാൻ തുടങ്ങി. സ്വീറ്റ് 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 ഓ പാൻ, പിയേഴ്സിംഗ് സ്വീറ്റ് ബൈ ദ റിവർ, ബ്ലൈൻഡിംഗ് സ്വീറ്റ് ഓ ഗ്രേറ്റ് ഗോഡ് പാൻ, ദ സൺ ഓൺ ദ ഹിൽ ഫോർഗെറ്റ് ടു ഡൈ. പിന്നെ എന്താ പറയുന്നത്? ദാറ്റ് മ്യൂസിക് വാസ് സോ സ്വീറ്റ്, സ്വീറ്റ് 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 ഓ പാൻ. കാരണം ഇപ്പോൾ ആ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് സംഗീതം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സംഗീതം ഇറ്റ്സ് സോ സ്വീറ്റ്. ദെൻ പിയേഴ്സിംഗ് സ്വീറ്റ് ബൈ ദ റിവർ, ഇറ്റ് ഈസ് സോ പിയേഴ്സിംഗ്. പിയേഴ്സിംഗ് മീൻസ് തുളച്ചു കയറുന്നത്, അതായത് ഇറ്റ് ക്യാൻ അട്രാക്ട് എവരി വൺ, എല്ലാവരെയും ആകർഷിക്കാൻ കഴിയുന്ന സംഗീതം. ആൻഡ് ദ ബ്ലൈൻഡിങ് സ്വീറ്റ്, മറ്റുള്ളവരെ അന്ധരാക്കുന്ന രീതിയിലുള്ള, അതായത് മതിമറക്കുന്ന രീതിയിലുള്ള സംഗീതം. ഓ സ്വീറ്റ്, ഓ ഗ്രേറ്റ് ഗോഡ് പാൻ, ദ സൺ ഓൺ ദ ഹിൽ ഫോർഗെറ്റ് ടു ഡൈ. While hearing this music, the sun on the hill forgot to set.
ഫോർഗെറ്റ് ടു ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ മരിക്കുക ഉള്ളതിന്റെ അർത്ഥം സൂര്യാസ്തമയം. ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ മറന്നുപോയി, കാരണം ഈ സംഗീതം കേട്ടിട്ട്. അത്രത്തോളം ബ്ലൈൻഡിങ് ആൻഡ് സ്വീറ്റ് മ്യൂസിക്. ആൻഡ് ദ ലിലീസ് റിവൈവ്ഡ്. ഈ സംഗീതം കേട്ടപ്പോൾ ദ ലില്ലീസ് റിവൈവ്ഡ്. നേരത്തെ ചവിട്ടി മതിക്കപ്പെട്ട അല്ലെങ്കിൽ നശിച്ചു പോയ ലില്ലി പൂക്കൾ, ലില്ലി ചെടികള് ദേ ബിഗാൻ ടു റിവൈവ്. റിവൈവ് മീൻസ് പുനർജനിക്കുക, അല്ലെങ്കിൽ അതിന്റെ എനർജി വീണ്ടെടുക്കുക. ആൻഡ് ദ ഡ്രാഗൺ ഫ്ലൈ കെയിം ബാക്ക് ടു ഡ്രീം ഓൺ ദ റിവർ. ആൻഡ് ദ ഡ്രാഗൺ ഫ്ലൈ ദാറ്റ് ഈസ് സ്കാറ്റേർഡ്, അല്ലെങ്കിൽ ദാറ്റ് ഈസ് എന്താ പറയുക, നേരത്തെ ഷിവേർഡ്, പേടിച്ചു പോയതാണ്. കാരണം ഈ പാൻ എന്ന ദൈവം ഈ നദിയിലേക്ക് ഇറങ്ങി ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിയ സമയത്ത്, അതായത് ആ മണ്ണും ചളിയും ഒക്കെ കുത്തി ഇളക്കി ആ ചെടികളെ നശിപ്പിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഡ്രാഗൺ ഫ്ലൈ ഇതൊക്കെ കണ്ട് പേടിച്ചു പോയതാണ്. ആൻഡ് ദാറ്റ് ഡ്രാഗൺ ഫ്ലൈ കെയിം ബാക്ക്, തിരിച്ചു വന്നു. എന്തിനാണ്? ടു ഡ്രീം ഓൺ ദ റിവർ. ആ നദിയിൽ ഇരുന്ന് സ്വപ്നം കാണാൻ വീണ്ടും ആ ഡ്രാഗൺ ഫ്ലൈ തിരിച്ചു വന്നു. യെറ്റ് ഹാഫ് ബീസ്റ്റ് ഈസ് ദി ഗ്രേറ്റ് ഗോഡ് പാൻ. ഇനി പറയാണ് ഈ പാനിന്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് ഹാഫ് ഗോഡ് ഓർ ഹാഫ് ബീസ്റ്റ്. ഹാഫ് ബീസ്റ്റ് ആണ്, ഹാഫ് മാനുമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഈസ് പാർട്ട്ലി എ മാൻ ആൻഡ് പാർട്ട്ലി ഗോഡ്. ടു laugh as he sits by the river. That half god is laughing, making a poet out of the man. എന്തിനാണ് ചിരിക്കുന്നത്? മേക്കിംഗ് എ പോയിറ്റ് ഔട്ട് ഓഫ് എ മാൻ. ഒരു മനുഷ്യനിൽ നിന്നും ഒരു പോയിറ്റിനെ ഉണ്ടാക്കിയത് കൊണ്ട്. കാരണം ദാറ്റ് ഗോഡ് ഈസ് പാർട്ട്ലി എ മാൻ ആൻഡ് പാർട്ട്ലി എ ബീസ്റ്റ്. പകുതി മനുഷ്യനും പകുതി മൃഗവുമാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യനിൽ നിന്നാണ് എ പോയിറ്റ് ഈസ് എമേർജ്ഡ്. ഈ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റിലൂടെ ഒരു കവി ഉണ്ടായത്. സോ ഹി ഈസ് ഹാപ്പി. ആൻഡ് ദ ട്രൂ ഗോഡ്സ് സൈ ഫോർ ദി കോസ്റ്റ് ആൻഡ് പെയിൻ. ഫോർ ദ കോസ്റ്റ് ആൻഡ് പെയിൻ മീൻസ് ഫോർ ദി കോസ്റ്റ് ആൻഡ് പെയിൻ ഓഫ് മേക്കിംഗ് സച്ച് ഡിസ്ട്രക്ഷൻ. ദൈവങ്ങൾക്കൊരു പക്ഷേ ഇങ്ങനെ ഒരു നാശം ഉണ്ടാക്കിയതിൽ ക്ഷീണം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേദന ഉണ്ടായിരിക്കാം. കാരണം ദൈവത്തിനെ പറയിപ്പിക്കുന്ന രീതിയിലാണ് ഇയാൾ ചെയ്തത്. ഇയാളുടെ പ്രവർത്തികള്, ദൈവത്തിന്റെ ജോലി എന്നുള്ളത് എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഈ ലോകത്തെ മറ്റ് നാശനഷ്ടങ്ങളിൽ നിന്നൊക്കെ കാത്തു പരിപാലിക്കുക എന്നുള്ളതാണ് ദൈവങ്ങളുടെ ജോലി. ഇവിടെ ഇദ്ദേഹം പകുതി ദൈവം അല്ലെങ്കിൽ ദൈവമാണെന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഇവിടെ ഒരു നാശമാണ് ഉണ്ടാക്കിയത്. സോ ദ ഗോഡ്സ് മേ സൈ. ദൈവങ്ങൾക്ക് ഒരു പക്ഷെ വിഷമം ഉണ്ടായിട്ട് അവർ നെടുവേർപ്പിട്ടേക്കാം. ആൻഡ് ദ ട്രൂ ഗോഡ്സ് സൈ ഫോർ ദ കോസ്റ്റ് ആൻഡ് പെയിൻ. യഥാർത്ഥ ദൈവങ്ങൾ ഇതിൽ പരിഭവിച്ചേക്കാം. കോസ്റ്റ് ആൻഡ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് സങ്കടം തോന്നിയേക്കാം. ആൻഡ് ഫോർ ദ റീഡ് വിച്ച് ഗ്രോസ് നോ മോർ. കാരണം എന്താണ്? ദ റീഡ് വിച്ച് ഗ്രോസ് നോ മോർ. ആ ചെടി പിന്നീട് ഉണ്ടായിട്ടില്ല, പിന്നീട് അത് വലുതായിട്ടില്ല. ആസ് എ റീഡ് വിത്ത് ദ റീഡ്സ് ഇൻ ദ റിവർ. ആ നദിയിലെ മറ്റു ചെടികൾക്കൊപ്പം ആ പറിച്ചെടുത്ത ചെടി വീണ്ടും ഉണ്ടായിട്ടില്ല. കാരണം അതിനെ വേരോടെ പിഴുതെടുക്കാൻ പാനിന് കഴിഞ്ഞു. ആ വേരോടെ പിഴുതെടുത്തത് കൊണ്ട് പിന്നീട് ആ ചെടി, ഈ ചെടികളുടെ കൂട്ടത്തിൽ ആ റീഡിനെ പിന്നെ കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് ദൈവങ്ങൾക്ക് ഒരു പരിഭവം ഉണ്ടാകാം. കാരണം ഈ ലോകത്തെ പരിപാലിക്കേണ്ട ദൈവം തന്നെ അങ്ങനെ ഒരു നാശം വരുത്തിയതിൽ ദൈവങ്ങൾക്ക് ക്ഷീണമുണ്ടാകാം. ഇതില് നമ്മൾ പറഞ്ഞു, ഇതിലെ മെയിൻ തീം ദി ഓവർ പവറിങ് ഓഫ് മാൻ പവർ ഓവർ വിമൻ. സ്ത്രീകളുടെ മേൽ പുരുഷന്റെ ആധിപത്യമാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദ പോയം ഹാസ് 7 stanzas and each stanza contains 6 lines. And the rhyme scheme is A, B, A, C, C, B. Other important themes are the beauty and pain of arts creation. മറ്റ് പ്രധാനപ്പെട്ട തീംസ് ബ്യൂട്ടി ആൻഡ് പെയിൻ ഓഫ് ആർട്സ് ക്രിയേഷൻ. ഒരു കലയെ സൃഷ്ടിക്കുന്ന സമയത്ത് അതിലുള്ള സൗന്ദര്യവും അതോടൊപ്പം തന്നെയുള്ള വേദനയും, ആ കലാസൃഷ്ടിയിൽ നടത്തുമ്പോഴുള്ള വേദനയും അതിൻ്റെ സൗന്ദര്യവുമാണ് മറ്റൊരു തീം. ഇനി മറ്റൊരെണ്ണം ദ ഡ്യുവലിറ്റി ഓഫ് ഹ്യൂമൻ നേച്ചർ. മനുഷ്യ സ്വഭാവത്തിൻ്റെ ദ്വന്ദ്വ വ്യക്തിത്വം അല്ലെങ്കിൽ ഡ്യുവാലിറ്റി. മനുഷ്യ സ്വഭാവത്തിലുള്ള ഡ്യുവാലിറ്റി മീൻസ് ഡബിൾ നേച്ചർ. 2 സ്വഭാവങ്ങൾ, നല്ല സ്വഭാവവും മോശ സ്വഭാവവും. ഇതൊക്കെയാണ് ഈ കവിതയിലെ മറ്റ് തീമുകൾ. ഇത്രയുമാണ് ഈ കവിത. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.